ഇലക്ട്രോണിക്സ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, BSNL ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ BSNLന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണ് BSNL JTO ജൂനിയർ ടെലികോം ഓഫീസർ 2026 നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. പൊതുവെ ഇലക്ട്രോണിക്സുകാരൊക്കെ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് JTO എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിൽ എത്ര അവസരമുണ്ട്, മൊത്തത്തിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്ക് പോകേണ്ടത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് ഓപ്പൺ ആകുന്നത്, എന്ന് വരെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ അത്തരം ഇൻഫർമേഷൻസ് ഒന്ന് പറഞ്ഞു തരാം. അത്തരം ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ BSNLന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്രൂട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് ജൂനിയർ ടെലികോം ഓഫീസർ, അതായത് JTO. ഓക്കെ, ഇതിനാണ് നമ്മൾ ചുരുക്കി JTO റിക്രൂട്ട്മെന്റ് എന്നാണ് പറയപ്പെടുന്നത്. JTO 2026 BSNLന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ. ജൂനിയർ ടെലികോം ഓഫീസർ, ഇതിന്റെ ഡേറ്റ് ഓഫ് ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4/6/2026 ആണ്. അതായത് ജൂൺ മാസം 4-ാം തീയതി മുതലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഈ JTO എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്ന് വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ എൻഡ് ആവുന്നത് അത് നമുക്ക് ജൂലൈ 3-ാം തീയതി വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു. JTOയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എന്ന് മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ജൂൺ 4-ാം തീയതി മുതൽ. എന്ന് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, ജൂലൈ 3-ാം തീയതി വരെയാണ് ഈ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ടത് എന്തായിരിക്കും? നോർമലി എല്ലാവർക്കും അറിയേണ്ടത് ഓരോ സ്റ്റേറ്റ് വൈസ് എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നുള്ളതായിരിക്കും അറിയേണ്ടത്. സോ നമുക്ക് കേരളത്തിലെ വേക്കൻസിയിലോട്ടൊന്ന് പോവാം. കേരളത്തിൽ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് കേരളം ഇവിടെ ഉണ്ട്. കേരളത്തിലെ വേക്കൻസി എന്ന് പറയുന്നത് 15 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 15 വേക്കൻസി ആണ്. അതിൽ ജനറൽ, അതുപോലെ തന്നെ OBC, SC ST അങ്ങനെയുള്ള റിസർവേഷൻ കാറ്റഗറികൾ ചേർത്താണ് 15 വേക്കൻസി വന്നിരിക്കുന്നത്. ഈ 15 വേക്കൻസിക്ക് ചേർത്ത്, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലെയും കൂടെ ചേർത്ത് മൊത്തം 100 വേക്കൻസിയാണ്. അപ്പൊ നമുക്ക് കേരള റീജിയനിൽ എത്രയുണ്ട്? 15 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അത് നല്ലൊരു ഓപ്പണിംഗ് ആണ്. ഇപ്പൊ JTO ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ടോട്ടൽ 100 വേക്കൻസി ഉണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ വേക്കൻസിയുടെ കാര്യം കിട്ടി. എന്ന് മുതൽ എന്ന് വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യവും ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? സ്വാഭാവികമായിട്ടും ഇതിന്റെ സാലറി സ്കെയിൽ. സാലറി സ്കെയിൽ വരുന്ന ബേസിക് സാലറി സ്കെയിൽ ആണ് ഇവിടെ പറയുന്നത്. 16,400 മുതൽ 40,500 വരെയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് സാലറി സ്കെയിൽ വരുന്നത്. അപ്പോൾ സാലറി സ്കെയിൽ കിട്ടി. അപ്പൊ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടി? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കിട്ടി, അതുപോലെ തന്നെ വേക്കൻസി കിട്ടി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താണ്? സാലറി സ്കെയിൽ ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണ് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ? നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റീജിയൻ സർക്കിളൊക്കെ പ്രിഫറൻസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. നാഷണാലിറ്റി വേണ്ടത് ഡീറ്റെയിൽസ്, ഇന്ത്യൻ നാഷണാലിറ്റി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം PDF ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പിന്നെ ഒരെണ്ണം വേണ്ടത് എന്താണ്? ഏജ് കാറ്റഗറിയാ. ഏജ് കാറ്റഗറി നോക്കൂ, നമുക്ക് നോർമൽ ഏജ് വരുന്നതെന്ന് പറയുന്നത് 20 to 30 ആണ് നോർമൽ. അൺറിസർവ്ഡ് കാറ്റഗറിക്കാർക്ക് വരുന്നത് 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ OBC ആണെങ്കിൽ 33 വയസ്സ് വരെ, അതായത് 3 ഇയർ റിലാക്സേഷൻ ഉണ്ട്. SC ST കാറ്റഗറി ആളുകൾക്ക് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫിസിക്കലി വിത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ളവര്, അങ്ങനെയുള്ളവർക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നോർമൽ ആയിട്ടുള്ള ഏജ്, അപ്ലൈ ചെയ്യാനുള്ള ഏജിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു. 20 to 30, 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ എക്സാമിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. OBC, SC ST പിന്നെ അതർ കുറച്ച് റിസർവേഷൻസിന് എന്തുണ്ട്, ഈ ഇതിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏജ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടി. ഇനി സ്വാഭാവികമായിട്ടും എന്താണ് അറിയേണ്ടത്? അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അത്യാവശ്യം കാര്യങ്ങളായി. ഇനി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അടുത്തത്. എന്തൊക്കെയാണ് ടോപ്പിക് വരുന്നത്? 3 മണിക്കൂർ നിൽക്കുന്ന ഒരു പരീക്ഷ ഇതിനുള്ളത്. 200 മാർക്ക് വീതം വരുന്ന 2 സെക്ഷൻസ്. മനസ്സിലായോ? സെക്ഷൻ 1ഉം സെക്ഷൻ 2 പ്യുവർലി നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സബ്ജക്ട്, അതായത് ഇലക്ട്രോണിക് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ തേർഡ് വൺ എന്താണ്? ജനറൽ എബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്യുന്ന 80 മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷൻ. അങ്ങനെ 120 ക്വസ്റ്റ്യൻസും 480 മാർക്കും മൊത്തം എത്രയാണ്? 3 മണിക്കൂർ വരുന്ന
പരീക്ഷയുമാണ് ഇതിനുള്ളത്. അപ്പോൾ അറിയാലോ, ഇപ്പൊ ഇലക്ട്രോണിക്സുകാർക്ക് പൊതുവെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇപ്പൊ ഇലക്ട്രോണിക്സ് മാത്രം പഠിച്ചവർക്ക് അവരുടെ ഫീൽഡിൽ തന്നെയുള്ള ഒരു കറക്റ്റ് ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന JTOയുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ പേര് കാത്തിരിക്കുന്നവരും ട്രൈ ചെയ്യുന്നവരും ആണെന്നറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മികച്ച അവസരം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ 100 വേക്കൻസി ഉള്ളൂ, അല്ലെ കേരളത്തിൽ 15 ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവരുത്. മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇത് ഏകദേശം ഓഗസ്റ്റോട് കൂടിയാണ് ഈ എക്സാമിന്റെ എന്ത് വരുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏതൊക്കെ സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ പഠിച്ചവര്, ബിടെക് ഇലക്ട്രോണിക്സ് പഠിച്ചവര്, റേഡിയോ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, IT, ഇൻസ്ട്രുമെന്റേഷൻ, ഇത്രയും കാര്യങ്ങൾ, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓർ ഇക്വലന്റ് ഫ്രം സെൻട്രൽ ഓർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്ട്രീമിലൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരോ അല്ലെങ്കിൽ MSc കാർക്ക് അപ്ലൈ ചെയ്യാം. MSc ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസോ പഠിച്ച ആളുകൾക്ക് എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 4 മുതൽ ജൂലൈ 4 വരെയാണ് വരുന്നത്. ഓക്കെ, ജൂലൈ 3 വരെ, സോറി, ജൂലൈ 3 വരെ. ഓക്കെ, പിന്നെന്താണ് ഏജ് വരുന്നത്? വളരെ വൃത്തിയായിട്ട് അവർ പറയുന്നു 20 to 30 ആണ് ജനറൽ URന്റെ കാറ്റഗറി. അതർ ആണെങ്കിൽ 3 year റിലാക്സേഷൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? എന്താണ്? ബിടെക് ഓർ MSc എന്താണ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലേക്ക് വരുന്ന ആളുകൾക്കാണ് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ടോട്ടൽ വേക്കൻസി എത്രയാണ്? 100 ഉണ്ട്. കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട്? 15 വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട. ഇനി നമുക്ക് 1 month സമയം അപ്ലൈ ചെയ്യാൻ. ജൂൺ 4 മുതൽ ജൂലൈ 3 വരെ അപ്ലൈ ചെയ്യാം. ഏജ് കൃത്യമായിട്ട് പറഞ്ഞു, ബിടെക് ഓർ MSc ക്വാളിഫിക്കേഷൻ പറഞ്ഞു, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോ ഇതൊരു മികച്ച അവസരമായി കണ്ടുകൊണ്ട് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ MSc ഇലക്ട്രോണിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എക്സാമിന് കൃത്യമായിട്ടും അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒരു അവസരത്തെ പറ്റി കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അതുപോലെ ഇത്തരം നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.